കൂട്ടുകാരെ, നമുക്കിന്ന് വീട്ടിൽ തന്നെ ഓർലിക്സ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. മക്കളെ, ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സാധനമൊന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരു 5 സാധനങ്ങൾ ഉണ്ടായാൽ മതിയാവും. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇത് എന്തൊക്കെ സാധനങ്ങൾ, എത്ര അളവെന്ന് ഞാൻ വറുത്ത് പറഞ്ഞുതരാം. ഞാൻ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുക. അടുപ്പ് ഒരു മീഡിയം ലെവലിൽ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മീഡിയം ലെവലിൽ കത്തിക്കാൻ പറയുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ആട്ടപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ വാങ്ങിയ പൊടിയാണ്. 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മക്കളെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇത് വല്ലാതെ വറുത്ത് കളർ മാറൊന്നും വേണ്ട, ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ മക്കളെ. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കണ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ആട്ടപ്പൊടി ഒന്ന് വെന്ത് ചൂടായി നല്ല സൂപ്പറാ വന്നിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. ഇനി വെച്ചാൽ കരിഞ്ഞു പോകും. എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. ആ ചട്ടി തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാം ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് ബദാമും കൂടി ഒന്ന് ചൂടാവട്ടെ. ഇത് വറുക്കുമ്പോഴൊക്കെ ചെറിയ തീയിൽ വെച്ചാൽ മതിയേ. അങ്ങനെ നമ്മുടെ ബദാമൊക്കെ വെന്ത് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്ന് വിണ്ടിക്കണത് തോലൊക്കെ. ഇങ്ങനെ ആവുമ്പോൾ എടുക്കുക. ഇനി നമുക്കിത് എടുക്കാം. ഇനി ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് ഇതിൽ തന്നെ നിലക്കടല ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പച്ച നിലക്കടലയാണ്, അതായത് പച്ച കപ്പലണ്ടി. ഇത് വറുത്ത കടലെങ്കിലും എടുക്കാം. വറുത്ത കടല എടുത്താലും കൂടിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിൻ്റെ തോലൊക്കെ കളയണം കടലയുടെ. ഇപ്പം നമ്മൾ വറുക്കേണ്ട 3 സാധനം ഉണ്ടായിരുന്നു, 3ഉം വറുത്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കടലയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി നമ്മൾ വറുത്ത് തോല് കളഞ്ഞ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബദാം വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ബദാമിൻ്റെ തോലൊന്നും കളയണ്ട, അങ്ങനെ ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ ബദാമും കടലയും നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തരിച്ചെടുക്കാം. ഇത് പൊടിക്കുമ്പോൾ ജാറ് ചൂടാവാൻ പാടില്ല, നിർത്തി വേണം അടിക്കാൻ കേട്ടോ. ഇതിപ്പോൾ തരിച്ചപ്പോൾ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് കൊണ്ടുവന്നാം. നമ്മളിപ്പോൾ പൊടിച്ചു കൊണ്ടുവന്ന പഞ്ചസാരയും കൂടി ഒന്ന് തരിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ ഒന്നുകൂടിയിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ കടലയുടെയും ബദാമിൻ്റെയൊക്കെ നനവൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടും കേട്ടോ. നല്ല പൊടിയായിട്ടായി കിട്ടും. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് മിക്സാക്കി കൊണ്ടുവന്നിട്ട് ഇതുകൂടി നമുക്കൊന്നുകൂടി തരിച്ചെടുക്കാം. കുറേ ചേട്ട് തരിക്കാം. നമുക്കൊരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് മിക്സാക്കിയിട്ട് തരിച്ചെടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റിൽ തരിക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് 1-2 പ്രാവശ്യം കൂടി ഇതേപോലെ തരിച്ചെടുക്കാം. ഇതേപോലെ ഇതിൽ കൊട്ടാം.
ഇനി അതേപോലെ തരിച്ചെടുക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ തരിക്കുമ്പോഴാണ് എല്ലാ തമ്പാടെ മിസ്സാവുക. സ്പൂണ് കൊണ്ട് മിസ്സാക്കിയിട്ടോ കൈ കൊണ്ട് മിസ്സാക്കിയിട്ടോ കാര്യമില്ല, ഇങ്ങനെ തന്നെ മിസ്സാക്കി എടുക്കണം. അങ്ങനെ ഇത് നമ്മൾ 3 പ്രാവശ്യം തരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓൺ മെയ്ഡ് ഓർലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഓർലീസ് പൊടി കൊണ്ട് നമുക്ക് ഓർലീസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 3 ഗ്ലാസ് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 3 ടേബിൾ സ്പൂണ് ഓർലീസ് ഇട്ട് കൊടുക്കാം. 1 2 3. 1 ഗ്ലാസ് പാലിക്ക് 1 ടേബിൾ സ്പൂണ് ഓർലീസാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറയ്ക്കുക കൂട്ടുക ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് പാലും നമ്മുടെ ഓർലീസും പാടെ മിസ്സാക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് മിസ്സായിട്ടുണ്ട്, കണ്ടില്ലേ? വേണ്ടവർക്ക് ഇതിൽ മധുരം ഇട്ട് കുടിക്കുക. എനിക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ മോന് മധുരം ഇടാൻ വിടില്ല, അതുകൊണ്ട് ഞാൻ മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ അവന് മധുരം ഇടാതെയാണ് കുടിക്കുന്നത്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമ്മുടെ ഓർലീസ്. കണ്ടില്ലേ, നമ്മൾ വാങ്ങണ ഓർലീസിന് ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അടിപൊളി ഓർലീസ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേപോലത്തെ ഓർലീസ്. ഇതാടാ മോനെ നമ്മൾ ഉണ്ടാക്കിയ ഓർലീസ്. ഇത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ ഓർലീസ് പോലെ തന്നെ, അതിന്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. എന്നാൽ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കേട്ടോ മക്കളെ. എല്ലാവരും ഉണ്ടാക്കണേ, ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും. ഇത് നല്ലതുപോലെ ഉണ്ടാക്കി നല്ല ഭരണിയിലൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ ഒരു 4-5 മാസം വരെ ഒരു കേടും കൂടാതെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നമ്മൾ 1 ഗ്ലാസ് പാല് കൊടുക്കണം തോന്നുകയാണെങ്കിൽ അതിൽ ഇച്ചിരി ഓർലീസ് കലക്കി കൊടുക്കണമെന്ന് അമ്മമാർക്കൊക്കെ തോന്നൂല്ലേ? അപ്പോൾ ഇതിൽ 1 സ്പൂൺ എടുത്ത് അവർക്ക് കലക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല വിറ്റാമിനും ആവും, നല്ല സന്തോഷത്തോടെ അവർ കുടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഓർലീസും കടയിൽ നിന്ന് വാങ്ങണ അതേപോലത്തെ ഓർലീസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൽ നമുക്ക് കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കൊക്കെ ശരീരത്തിന് പറ്റിയ സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.